നൈസ് TV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. ലാപ്ടോപ്പ് വിതരണത്തിൽ കോൺഗ്രസിന്റെ ബഹിഷ്കരണവും പ്രതിഷേധ ധർണയും. കടവല്ലൂർ സംസ്ഥാന പാതയിലെ അപകടങ്ങൾ കുറയ്ക്കാനുള്ള ഉന്നതതല മീറ്റിംഗ് നടത്തി. മൂലേപ്പാട് ധനശ്രീ കുടുംബശ്രീ യൂണിറ്റും വിന്നേഴ്സ് ക്ലബും നടത്തിയ ആദരണീയം 2017 കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭയിൽ പൊതുകിണർ സ്വന്തമാക്കാൻ സ്വകാര്യ വ്യക്തിയുടെ ശ്രമം. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ശില്പശാല നടന്നു. കരിയാമ്പ്രയിലെ 55 നമ്പർ അംഗനവാടിയിൽ നിലവിലെ കുട്ടികൾക്ക് യാത്രയയപ്പ് നൽകി. വാർത്തകൾ വിശദമായി. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ SC വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം നടന്നു. 21 വിദ്യാർത്ഥികൾക്കാണ് ഇന്ന് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. പഞ്ചായത്ത് ഹാളിൽ ചേർന്ന വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. 25 വിദ്യാർത്ഥികളെയാണ് ഇന്ന് ലാപ്ടോപ്പിനായി തിരഞ്ഞെടുത്തത്. 9,60,000 രൂപയാണ് ഇതിനായി ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത്. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സുജിനി ബാബുജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീ PG അർജുനൻ, കോടത്തൂർ ഗംഗാധരൻ, മറ്റ് വാർഡ് അംഗങ്ങൾ, ഇംപ്ലിമെന്റ് ഓഫീസർ ബൈജു എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു. ചടങ്ങിൽ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ച് വിട്ടുനിന്നു. ഈ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രൊഫഷണൽ കോളേജുകളിൽ മാത്രം SC ഡിപ്പാർട്ട്മെന്റ് നൽകിയിരുന്ന ലാപ്ടോപ്പ് പഞ്ചായത്തിൽ വെച്ച് വിതരണം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ജനകീയാസൂത്രണം തുടങ്ങിയതിന് ശേഷം ഏകദേശം 20 വർഷം പിന്നിട്ടപ്പോൾ ഈ വർഷത്തിലാണ് ആദ്യമായി നമ്മൾ ലാപ്ടോപ്പ് തുടങ്ങുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയത്. 32 പേർക്കാണ് നമ്മൾ ആകെ പദ്ധതികളിൽ നിന്ന് പണം മാറ്റി വെച്ചത്. ലാപ്ടോപ്പ് വിതരണത്തിൽ കോൺഗ്രസിന്റെ ബഹിഷ്കരണവും പ്രതിഷേധ ധർണയും. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നടന്ന ലാപ്ടോപ്പ് വിതരണം കോൺഗ്രസ് ബഹിഷ്കരിച്ചു. പഞ്ചായത്ത് മുന്നിൽ പ്രതിഷേധ ധർണയും കോൺഗ്രസ് അംഗങ്ങൾ സംഘടിപ്പിച്ചു. 100-ൽ പരം അപേക്ഷകരിൽ നിന്ന് വെറും 21 പേർക്ക് മാത്രം ലാപ്ടോപ്പ് നൽകി മറ്റുള്ളവരെ ഒഴിവാക്കിയതിനെതിരെയും ഫണ്ട് നഷ്ടപ്പെടുത്തിയതിനെതിരെയും പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ചടങ്ങ് ബഹിഷ്കരിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ 2016-17 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിനകത്ത് ഡിഗ്രിക്ക് മുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് ചെയ്യുന്നതിനുള്ള പദ്ധതി ഏർപ്പെടുത്തുകയുണ്ടായി. എന്നാൽ 111 അപേക്ഷകൾ, അർഹരായ ആളുകളുടെ അപേക്ഷകൾ ഈ ഗ്രാമപഞ്ചായത്ത് ലഭിച്ചു. CPM ഭരിക്കുന്ന LDF ഭരിക്കുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതി രാഷ്ട്രീയ പ്രേരിതമായി 21 പേർക്ക് മാത്രമാണ് ഇന്ന് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നത്. വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നിവിടെ യോഗം ചേർന്നിട്ടുള്ളത്. പഞ്ചായത്ത് ഭരിക്കുന്നവരുടെ പോരായ്മയാണ് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ MS മണികണ്ഠൻ നൈസ് TVയോട് പറഞ്ഞു. അതേസമയം പഞ്ചായത്തിൽ ഇന്ന് ആഹ്ലാദത്തിന്റെ ദിവസമാണെന്നും പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല, സംസ്ഥാനം എന്നിവിടങ്ങളിൽ ഭരണം നഷ്ടപ്പെട്ടതിന്റെ വെപ്രാളം മാത്രമാണ് പ്രതിപക്ഷത്തിന്റേതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. കൈ ഞങ്ങളുടെ ശുദ്ധമാണ്, ഞങ്ങളുടെ തുറന്ന പുസ്തകമാണ്. ഈ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനകീയമായ പദ്ധതികൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ജനങ്ങളുടെ സഹായമാണ് ഞങ്ങൾക്ക് ആവശ്യം. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനപങ്കാളിത്തത്തോടു കൂടി മുഴുവൻ പദ്ധതികളും പൂർത്തീകരിക്കുന്നുണ്ട്. കിട്ടുന്ന പണം അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പദ്ധതികൾ ഞങ്ങൾ പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്. 16, 17, 18 വാർഷിക പദ്ധതികൾ കഴിഞ്ഞിരിക്കുകയാണ്. 17, 18 പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ കിട്ടുന്ന പണവും കൃത്യമായി തന്നെ വിനിയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ എല്ലാവരുടെയും കൂട്ടായ സഹായ സഹകരണങ്ങൾ പ്രത്യേകിച്ച് ജനങ്ങളുടെയാണ് ഞങ്ങൾക്ക് ആവശ്യം. കടവല്ലൂർ സംസ്ഥാന പാതയിലെ അപകടങ്ങൾ കുറയ്ക്കാനുള്ള ഉന്നതതല മീറ്റിംഗ് നടത്തി. അപകടം തുടർക്കഥയായ പെരുമ്പിലാവ് മുതൽ കടവല്ലൂർ വരെയുള്ള റോഡ് സുരക്ഷിതത്തിനായി ഇന്ന് കടവല്ലൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ യോഗം ചേർന്നു. കുന്നംകുളം DYSP, കുന്നംകുളം CI, SI, കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, PWD AE,
റോഡ് ആക്സിഡന്റ് ആക്ഷൻ കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിൽ പഞ്ചായത്ത് നിർദ്ദേശങ്ങൾ പ്രസിഡന്റ് ശ്രീമതി UP ശോഭന അവതരിപ്പിച്ചു. അക്കിക്കാവ് സ്കൂളിനടുത്ത് സിഗ്നൽ സ്ഥാപിക്കുക, പെരുമ്പിലാവിലെ ബസ് സ്റ്റോപ്പുകൾ മാറ്റി സ്ഥാപിക്കുക, കല്ലുംപുറത്ത് സിഗ്നൽ സ്ഥാപിക്കുക, പെരുമ്പിലാവ് മുതൽ കല്ലുംപുറം വരെയുള്ള റോഡിലെ സ്ലാബുകൾ വൃത്തിയാക്കുക, അൻസാർ ഹോസ്പിറ്റലിനടുത്ത് ഡിവൈഡർ സ്ഥാപിക്കുക, റോഡരികിലെ കാഴ്ച മറയ്ക്കുന്ന ചെടികൾ വെട്ടിമാറ്റുക, റോഡിൽ ചെറിയ ഹമ്പുകൾ സ്ഥാപിക്കുക തുടങ്ങിയവയാണ് പഞ്ചായത്ത് നിർദ്ദേശങ്ങൾ. യോഗം ഇത് അംഗീകരിക്കുകയും റോഡ് വികസന ഫണ്ടിന്റെ ഈ ഭാഗത്തേക്കുള്ളത് ഉപയോഗിച്ച് വർക്കുകൾ എത്രയും പെട്ടെന്ന് നടത്താനും തീരുമാനമെടുത്തു. ഒരു കാരണവശാലും മറ്റൊരു സ്ഥലത്തുണ്ടാകുന്നത് അവിടെ ബസ് നിർത്തിയിട്ടുണ്ടെങ്കിൽ സിഗ്നൽ ലൈറ്റും ബസ്സും ഒരു സ്ഥലത്തില്ലാത്തൊരു ഏർപ്പാടാണ്. അത് ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് നമുക്ക് റിമൂവ്ഡായിട്ട് പെട്ടെന്ന് പിന്നെ ഈ ആദ്യം പറഞ്ഞ ഈ സ്പീഡ് ബാരിയേഴ്സ് വയ്ക്കാൻ പറ്റും. സ്പീഡ് ബാരിയേഴ്സ് വെച്ചാൽ കൃത്യമായിട്ട് അവോയ്ഡ് ചെയ്യാം. സ്പീഡ് ബാരിയേഴ്സ് വെച്ചാൽ നമുക്കിങ്ങനെ അത് ഹൈക്കോടതി പറഞ്ഞാൽ ശരിയാണ്. നിങ്ങള് ഒരു ട്രാഫിക് സംസ്കാരം ഉണ്ടെങ്കിൽ പോകുമല്ലോ. മൂലേപ്പാട് ധനശ്രീ കുടുംബശ്രീ യൂണിറ്റും വിന്നേഴ്സ് ക്ലബും നടത്തിയ ആദരണീയം 2017 കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മൂലേപ്പാട് ധനശ്രീ കുടുംബശ്രീ യൂണിറ്റിന്റെയും കാഞ്ഞിരത്തിങ്കൽ വിന്നേഴ്സ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആദരണീയം 2017 എന്ന പേരിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. കാഞ്ഞിരമുക്ക് യുവജന വായനശാലയിൽ വെച്ച് നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ വിജയ ഗോപി അധ്യക്ഷയായിരുന്നു. SSLC വിജയികളെ കാട്ടകാമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സുജിനി ബാബുജിയും +2 വിജയികളെ ശ്രീ MS മണികണ്ഠനും ആദരിച്ചു. VR സജിത്, റോയ്സൺ, അനന്തു എന്നിവർ പ്രസംഗിച്ചു. 10ാം ക്ലാസ് പരീക്ഷ പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിക്കുക എന്ന മഹനീയമായിട്ടുള്ള ഒരു കർമ്മം ഇന്നിവിടെ നടത്തപ്പെടാൻ പോവുകയാണ്. എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്ന ഈ ചടങ്ങ് നല്ല രീതിയിൽ സംഘടിപ്പിച്ച മൂലേപ്പാട് ധനശ്രീ കുടുംബശ്രീ യൂണിറ്റിനെയും അതുപോലെ തന്നെ കാഞ്ഞിരത്തിങ്കൽ വിന്നേഴ്സ് ക്ലബിനെയും അതിനേക്കാൾ ഉപരിയായി ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ തരത്തിലുള്ള സഹായങ്ങളും നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ച ഗ്രാമപഞ്ചായത്തിന്റെ അംഗം വിജയ ഗോപിയെയും കുടുംബശ്രീ അംഗങ്ങളെയും ഞാൻ പ്രത്യേകം അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പാട് ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പാട് ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പാട് ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49.
ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM & Sons ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778. വാർത്തകൾ തുടരുന്നു. കുന്നംകുളം നഗരസഭയിൽ പൊതുകിണർ സ്വന്തമാക്കാൻ സ്വകാര്യ വ്യക്തിയുടെ ശ്രമം. വർഷങ്ങളായി പൊതുജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ആനായിക്കൽ ചീരംകുളത്തെ പൊതുകിണർ സ്വകാര്യ വ്യക്തി അടച്ചുകെട്ടി. പോലീസും നാട്ടുകാരും കിണർ അടച്ചുകെട്ടരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും രാത്രിയിൽ കെട്ടിയ മതിൽ ഇന്ന് ഉച്ചയോടെ നഗരസഭ അധികൃതർ പൊളിച്ചുമാറ്റി. പ്രസിദ്ധമായ ചീരംകുളം ക്ഷേത്രത്തിന് സമീപം റോഡിനോട് ചേർന്നുള്ള പൊതു കിണറാണ് കിണറിനോട് ചേർന്ന് വീടുള്ള സ്വകാര്യ വ്യക്തി ഇഷ്ടിക ഉപയോഗിച്ച് മതിലുയരത്തിൽ അടച്ചുകെട്ടിയത്. പഴയ ആർത്താറ്റ് പഞ്ചായത്ത് അധികൃതരാണ് കിണർ കുഴിച്ചത്. ഇവിടെ താമസിച്ചിരുന്ന കുടുംബം 1969 കിണർ കുഴിക്കാൻ വീടിനോട് ചേർന്ന് മുൻവശത്ത് കിണറിന് സ്ഥലം വിട്ടുകൊടുത്തിരുന്നു. ഈ സ്ഥലത്താണ് പഞ്ചായത്ത് അധികൃതർ പൊതു കിണർ കുഴിച്ച് ആൾമറ കെട്ടി വെള്ളം കോരുവാനായി തുടികാലുകളും കമ്പിയും സ്ഥാപിച്ചിരുന്നത്. വർഷങ്ങളായി ഈ പൊതു കിണറിൽ നിന്നാണ് സമീപവാസികൾ കുടിക്കാനായി വെള്ളം കോരിയിരുന്നത്. ഇവിടെ താമസിച്ചിരുന്ന കുടുംബം പിന്നീട് ഈ സ്ഥലം മറ്റൊരു കുടുംബത്തിന് വിറ്റു. ഈ കുടുംബവും ഈ കിണറിൽ നിന്നാണ് വെള്ളം കോരിയിരുന്നത്. അടുത്ത കാലത്ത് വീടിന് മതിൽ കെട്ടി. അപ്പോഴും കിണർ മതിൽ കെട്ടിത്തിരിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം ബന്ധുക്കളുടെ സഹായത്തോടെയാണ് വീട്ടുകാർ മുൻപ് കെട്ടിയ മതിലിനോട് ചേർന്ന് കിണറിന്റെ ആൾമറയുടെ തേപ്പ് ഭാഗങ്ങൾ അടർത്തി മാറ്റി ആൾമറയുടെ മുകളിലൂടെ ഹോളോ ബ്രിക്സ് ഉപയോഗിച്ച് മതിൽ കെട്ടിയത്. വീടും ഭൂമിയും ബാങ്കിൽ പണയം വെച്ച് വായ്പ എടുക്കാൻ ഉണ്ടാക്കിയ ആധാരത്തിൽ പഞ്ചായത്ത് കിണർ ഉൾപ്പെടെ വീടിന്റെ സ്വത്തായി കാണിച്ച് വ്യാജ ആധാരം ഉണ്ടാക്കിയെന്നും ആക്ഷേപമുണ്ട്. ശനിയാഴ്ച പകൽ കിണറിനോട് ചേർന്ന് ആൾമറയുടെ മുകളിലൂടെ മതിൽ കെട്ടുന്നത് നാട്ടുകാർ വാർഡ് കൗൺസിലർ NK ജയസിംഗിനോട് പരാതി പറഞ്ഞിരുന്നു. കൗൺസിലറുടെ പരാതിയിൽ പോലീസ് 2 തവണ സ്ഥലത്തെത്തി മതിൽ കെട്ടുന്നത് തടഞ്ഞിരുന്നു. ഞായറാഴ്ച പുലർച്ചെയാണ് നാട്ടുകാരറിയാതെ വീണ്ടും മതിൽ കെട്ടിയത്. ഇന്നു രാവിലെയാണ് കിണർ മതിൽ കെട്ടി അടച്ചത് നാട്ടുകാർ നേരിട്ട് കണ്ടത്. സംഭവം അറിഞ്ഞ് സ്ത്രീകൾ ഉൾപ്പെടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. വാർഡ് കൗൺസിലർ MK ജയസിംഗ്, കൗൺസിലർ KA അസീസ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി ആലിക്കൽ എന്നിവരും സ്ഥലത്തെത്തി. നഗരസഭ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. സ്ഥലം പരിശോധിച്ച ശേഷം പൊതുകിണർ നഗരസഭയുടേതാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഉച്ചയോടെ നഗരസഭ കണ്ടിൻജന്റ് ജീവനക്കാർ അടച്ചുകെട്ടിയ മതിൽ പൊളിച്ചു നീക്കി. ഈ കിണർ സംരക്ഷിക്കുമെന്നും നഗരസഭ വ്യക്തമാക്കി. സ്വകാര്യ വ്യക്തികളായിട്ടുള്ള ഇവരാണ് ഇപ്പം മോട്ടോർ വെച്ചിട്ടുള്ളത്. ആ മോട്ടോർ ഞങ്ങൾക്ക് എടുത്ത് തരണം. ഞങ്ങൾക്ക് ജനങ്ങൾക്ക് കുടിവെള്ളത്തിന് സൗകര്യം ഉണ്ടാക്കി തരണം. അതന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങളിത് കുറച്ച് നാളായി ഇതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു. പക്ഷെ അവര് മുനിസിപ്പാലിറ്റിക്ക് ആധാരമില്ല, അവരുടെ സ്വന്തം കിണറാന്ന് പറഞ്ഞിട്ടാണ്. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ശില്പശാല നടന്നു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് ഗ്രന്ഥശാല സംഘത്തിന്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ശില്പശാല ഇന്ന് പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി ഗ്രന്ഥശാല സംഘം പ്രസിഡന്റ് ശ്രീ KT ഷാജൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചത് പെങ്ങാമുക്ക് വായനശാലയുടെ പ്രസിഡന്റ് ശ്രീ PI ജോൺസൺ ആയിരുന്നു. വാർഡ് മെമ്പർ MS സുരേഖ യോഗത്തിന് ആശംസകൾ നേർന്നു. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അയിത്തം, അനാചാരം ഇതെല്ലാം നിലനിന്നിരുന്ന ഒരു ഇന്ത്യ എന്ന രാജ്യം. ഇവിടെയാണെങ്കിൽ 100 കണക്കിന് നാട്ടുരാജാക്കന്മാർ
ഭരണം നടത്തും. അവരാണെങ്കിൽ പരസ്പരം പോരടിച്ചുകൊണ്ട് ഒരു സമാധാനമായ ഒരു അന്തരീക്ഷം ഇല്ലാത്ത അവസ്ഥ. കരിയാമ്പ്രയിലെ 55-ാം നമ്പർ അങ്കനവാടിയിൽ നിലവിലെ കുട്ടികൾക്ക് യാത്രയയപ്പ് നൽകി. 55-ാം നമ്പർ അങ്കനവാടിയിൽ നിലവിലെ കുട്ടികൾക്ക് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം വാർഡ് മെമ്പർ ശ്രീ MS മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് സ്കൂൾ കിറ്റുകളും വിതരണം ചെയ്തു. വാർഡ് മെമ്പറുടെ ഓണറേറിയം ഉപയോഗിച്ചാണ് സ്കൂൾ കിറ്റുകൾ നൽകിയത്. കുട്ടികളുടെ വർക്ക് ബുക്കുകളും വിതരണം ചെയ്തു. ഇനി മുതൽ അങ്കനവാടി സർട്ടിഫിക്കറ്റുകൾ ഉള്ളവരെ മാത്രമേ സ്കൂളുകളിൽ ചേർക്കൂ എന്ന നിയമമുണ്ടായാൽ അത് അങ്കനവാടികളുടെ പുരോഗതിക്ക് കാരണമാകുമെന്ന് പൊതുവെ അഭിപ്രായമുയർന്നു. ടീച്ചർമാരായ സിജി സാബു, TP രാധ എന്നിവർ പ്രസംഗിച്ചു. രക്ഷിതാക്കളും കൂടി പങ്കെടുത്ത ചടങ്ങിൽ മധുരപലഹാര വിതരണവും ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു അത്തരത്തിൽ എവിടെയെങ്കിലും 3 സെന്റ് സ്ഥലം പുറമ്പോക്കായോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ പറമ്പ് മുറിച്ചു കൊടുക്കുന്നുണ്ടോ എങ്കിലും അവരെ സമീപിച്ചാൽ നമുക്ക് അവരുമായി ബന്ധപ്പെട്ട് പകുതി വിലയ്ക്ക് അത് വാങ്ങാനുള്ള ഒരു പരിശ്രമത്തിനെ നമുക്ക് പരിശ്രമിക്കാം എന്നാണ് എനിക്ക് പറയാൻ. വിപണി അടയ്ക്കാം. പഴയത് 4000 രൂപ മുതൽ 4460 രൂപ വരെ, പുതിയത് 4000 രൂപ മുതൽ 4400 രൂപ വരെ, രണ്ടാം തരം 2800 രൂപ മുതൽ 3400 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. ലാപ്ടോപ്പ് വിതരണത്തിൽ കോൺഗ്രസിന്റെ ബഹിഷ്കരണവും പ്രതിഷേധ ധർണയും. കടവല്ലൂർ സംസ്ഥാന പാതയിലെ അപകടങ്ങൾ കുറയ്ക്കാനുള്ള ഉന്നതതല മീറ്റിംഗ് നടത്തി. മൂലേപ്പാട് ധനശ്രീ കുടുംബശ്രീ യൂണിറ്റും വിന്നേഴ്സ് ക്ലബും നടത്തിയ ആദരണീയം 2017 K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭയിൽ പൊതുകിണർ സ്വന്തമാക്കാൻ സ്വകാര്യ വ്യക്തിയുടെ ശ്രമം. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ശില്പശാല നടന്നു. കരിയാമ്പ്രയിലെ 55-ാം നമ്പർ അങ്കനവാടിയിൽ നിലവിലെ കുട്ടികൾക്ക് യാത്രയയപ്പ് നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.